നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു. മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലയാർ, പെരിയാർ എന്നീ രണ്ട് പേരുകളിൽ നിന്നാണ് അണക്കെട്ടിന്റെ പേരിന്റെ ഉത്ഭവം. തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദിയായതുകൊണ്ടാണ് പെരിയാറിന് ആ പേരുണ്ടായത്. ധാരാളം മുല്ലച്ചെടികളുടെ ഇടയിലൂടെ ഒഴുകുന്നത് കൊണ്ടാവാം രണ്ടാമത്തെ നദിക്ക് മുല്ലയാർ എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. അണക്കെട്ടിൽ നിന്ന് പെൻസ്ട്രോക്ക് പൈപ്പുകൾ വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന വൃഷ്ടിപ്രദേശമാണ് അണക്കെട്ടിനുള്ളത്. അസ്ഥിവാരത്തിൽ നിന്ന് 176 അടിയാണ് അണക്കെട്ടിന്റെ ഉയരം. നീളം 1200 അടിയാണ്. 152 അടിയാണ് അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷി. ഇതുകൂടാതെ 240 അടി നീളവും 115 അടി ഉയരവുമുള്ള ഒരു ബേബി ഡാമും 240 അടി നീളവും 20 അടി വീതിയുമുള്ള ഒരു എർത്ത് ഡാമും ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 1789 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യ ആലോചനകൾ ഉണ്ടാകുന്നത്. പെരിയാർ നദിയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ജലം ഉപയോഗപ്പെടുത്തി കിഴക്കോട്ടൊഴുകുന്ന വൈഗൈ നദിയിലേക്ക് തിരിച്ചുവിടുക എന്ന ആശയം 1789 തമിഴ്നാട്ടിലെ രാമനാട് രാജാവായ മുത്തുരാമലിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന മുതിരുളപ്പ പിള്ളയാണ് ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. വൈഗൈ നദി 6 മാസക്കാലത്തോളം വറ്റി വരളുന്നത് ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ ജീവനോപാധികളെ ബാധിക്കുന്നതും കാർഷികോൽപാദനം നടക്കാതെ വന്നതുമെല്ലാം ആയിരുന്നു ഈ ചിന്തയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ. സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചത് മൂലം പദ്ധതി ആദ്യം നടപ്പിലായില്ല. യുദ്ധം തോറ്റ സേതുപതി താമസിയാതെ സ്ഥാനഭ്രഷ്ടനായി. പ്രദേശം മദുരാശി പ്രസിഡൻസിയുടെ കീഴിലായി. തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി തീർന്നു. പിന്നീട് പല വിദഗ്ധരെ പഠനങ്ങൾക്ക് വെച്ചെങ്കിലും കൃത്യമായ വിധത്തിലെ കാര്യങ്ങൾ നടന്നില്ല. പിന്നീട് 1882 ഡാം നിർമ്മാണമല്ലാതെ വേറെ മാർഗമൊന്നുമില്ലെന്ന നിലപാടിലെത്തിയ ബ്രിട്ടീഷ് സർക്കാർ പ്ലാൻ തയ്യാറാക്കാനുള്ള ചുമതല ജോൺ പെന്നിക്യുക്കിനെ ഏൽപ്പിച്ചു. 155 അടി ഉയരത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ പശ്ചിമഘട്ടത്തിലെ ഏലമലകളിലെ 2 കുന്നുകൾക്കിടയിലുള്ള ഒരു താഴ്വര അദ്ദേഹം തിരഞ്ഞെടുത്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവുമായി അറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ പെന്നിക്യുക്ക്. കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പെരിയാറിലെ നദിയിലെ വെള്ളം ഒരു റിസർവോയറിൽ പിടിച്ച് മലയ്ക്ക് കുറുകെ തുരന്ന ടണലിലൂടെ എതിർദിശയിലേക്ക് തിരിച്ചുവിട്ട് വൈഗൈ നദിയിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി. 1884 ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബ്രിട്ടീഷ് ഗവൺമെന്റും തിരുവിതാംകൂർ രാജ്യവുമായിട്ട് ആരംഭിക്കുകയും ഏറെ ചർച്ചകൾക്ക് ശേഷം 1886 വനത്തിനുള്ളിലെ ഭൂമി 999 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നതിന് കരാർ ഒപ്പിടുകയും ചെയ്തു. അന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാജാവിന് കരാറിൽ ഏർപ്പെടുവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒട്ടേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയാണ് രാജാവിനെ കൊണ്ട് കരാറിൽ ഒപ്പുവെപ്പിച്ചത്. തൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് കരാറിൽ ഒപ്പിടുന്നത് എന്ന് രാജാവ് അന്ന് പറഞ്ഞിരുന്നു. 8000 ഏക്കർ ഭൂമി റിസർവോയറിനും 100 ഏക്കർ അണക്കെട്ട് നിർമ്മിക്കാനുമാണ് കരാർ നൽകിയത്. കരാർ അനുസരിച്ച് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിർമ്മാണം നടത്താനും ജലസേചന പ്രവർത്തനങ്ങൾക്കും അനുബന്ധ ജോലികൾക്കും ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവുമെല്ലാം
ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു. പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ തോതിൽ 40,000 രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കും. 999 കൊല്ലത്തേക്ക് എഴുതിയ കരാർ ഒരു വിഡ്ഢിത്തമായിരുന്നുവെന്ന് പൊതുവെ കരുതപ്പെടുന്നു. കാരണം അണക്കെട്ടിന്റെ കാലാവധിയേക്കാൾ നീണ്ടു നിൽക്കുന്ന ഒരു കരാറായിരുന്നു ഒപ്പുവയ്ക്കപ്പെട്ടത്. 1887 അണക്കെട്ടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. മദ്രാശി സർക്കാരിന്റെ ഗവർണർ കന്നിമാരപ്രഭുവാണ് മരം മുറിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ കനത്ത മഴയും വെള്ളപ്പൊക്കവും നിർമ്മാണത്തെ ഇടതടവില്ലാതെ തടസ്സപ്പെടുത്തി. കെട്ടിപ്പൊക്കിയ ഭാഗം വെള്ളപ്പാച്ചിലിൽ നശിച്ചുപോയി. കുറേയേറെ പേർ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ജോലിക്കാർ ഹിംസമൃഗങ്ങൾക്ക് ഇരയായി. ഇതോടെ നിർമ്മാണം തുടരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. നിരാശനായ ജോൺ പെനിക്യുക്ക് ഇംഗ്ലണ്ടിലേക്ക് പോയി. എന്നാൽ താൻ തന്നെ ഈ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹവും ഭാര്യ ഗ്രേസ് ജോർജീനയും അവിടെയുള്ള തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിറ്റ് പണമാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഒരു വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. കരിങ്കല്ല് പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് അതിനു മുകളിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം. കത്തിച്ച ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർക്കി. തൊട്ടു പിന്നാലെ വന്ന മഴക്കാലം ആ അടിത്തറയെ തകർത്തില്ല. പെനിക്യുക്കിന്റെ ദൃഢനിശ്ചയത്തിന് സർക്കാർ ഉറച്ച പിന്തുണ നൽകി. പ്രാദേശികമായ തൊഴിലാളികളെ കണ്ടെത്തുന്നത് വലിയ പ്രധാന വിഷയമായിരുന്നു. 89-90 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യവും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കൂടാതെ ഇതിനായി പോർച്ചുഗീസുകാരെയും കൊണ്ടുവന്നു. കൊടും കാടുകളിലൂടെയുള്ള യാത്ര, തൊഴിലാളികളുടെ ഇടയിൽ പടർന്നു പിടിച്ച മലമ്പനി തുടങ്ങി പലവിധ പ്രതിസന്ധികൾ അന്ന് നിർമ്മാണത്തിനിടയിൽ നേരിട്ടിരുന്നു. ഏതാണ്ട് 5000-ഓളം പേർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി വിവിധ കാലയളവുകളിൽ അവിടെ ജോലി ചെയ്തിരുന്നു. 1892 76 പേരും 1893 98 പേരും 1894 145 പേരും അതിനടുത്ത കൊല്ലം 125 പേരും നിർമ്മാണഘട്ടത്തിൽ മരണമടഞ്ഞു. 1892-നും 1895-നും ഇടയിൽ 483 പേർ രോഗങ്ങളിലും അപകടങ്ങളിലും മരിച്ചു. ഇതിനു പുറമെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ കടത്താൻ നിരവധി നൂതന മാർഗങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നു. ഒന്ന്, ഗൂഡല്ലൂർ മലനിരകളിൽ നിന്ന് വൈറോപ്സിലൂടെ തേക്കടിയിലേക്കും അവിടെ നിന്ന് കാളവണ്ടിയിൽ വനത്തിലേക്കും സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഇപ്പോൾ കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായ കമ്പം മുതൽ കുമളി വരെയുള്ള റോഡ് അന്ന് കാളവണ്ടികളിൽ ഡാം സൈറ്റിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ചതാണ്. അണക്കെട്ടിലെ ജലാശയത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ വൈഗാ നദിയിലേക്ക് ഏതാണ്ട് 5704 അടി നീളം വരുന്ന മുഴുവൻ ചുണ്ണാമ്പ് കൊണ്ട് തുരങ്കം നിർമ്മിച്ചു. 1895 അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി. 81,30,000 രൂപ അതിന് ആകെ ചെലവായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി 1932 തമിഴ്നാട് ശ്രമിച്ചിരുന്നു. അതിനെ തിരുവിതാംകൂർ എതിർത്തതിനെ തുടർന്ന് ആർബിട്രേറ്റർമാരെ നിയമിച്ചു. അവർ വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അമ്പയറായി നളിനി രഞ്ജൻ ചാറ്റർജിയെ നിയോഗിച്ചു. ജലസേചന ആവശ്യത്തിന് മാത്രമാണ് കരാർ പ്രകാരം തിരുവിതാംകൂർ തമിഴ്നാടിന് വെള്ളം അനുവദിക്കുന്നത് എന്നതിനാല് വൈദ്യുതോൽപാദനത്തിന് അവർക്ക് അധികാരമില്ലെന്ന് അന്ന് അമ്പയർ വിധിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യമായതു മുതൽ തന്നെ കരാർ പുതുക്കാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിരുന്നു. പല ചർച്ചകൾ നടന്നെങ്കിലും ഒന്നിലും തീരുമാനമായില്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാടിന് തുടർന്നും ഉപയോഗിക്കുന്നതിന് അനുമതി നൽകാൻ ഇരു സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ അനൗപചാരികമായി തീരുമാനിച്ചു. 1959 ശേഷം തമിഴ്നാട് ഔദ്യോഗികമായ ഒരു കരാറും കൂടാതെ വൈദ്യുതി ഉൽപാദനത്തിനും അണക്കെട്ടിലെ ജലം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് 1960-69 വർഷങ്ങളിൽ കരാർ പുതുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടക്കുന്നെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. പിന്നീട് 1970 സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കിയ കരാർ പ്രകാരം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും തമിഴ്നാടിന് അനുമതി നൽകി. ഈ പുതുക്കിയ കരാറിൽ 1886 കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തിയതോടൊപ്പം തന്നെ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ ഹൗസിൽ വൈദ്യുതി ഉൽപാദനം നടത്താൻ പുതിയ കരാർ തമിഴ്നാടിന് അനുവാദം നൽകി.
1886 കരാറിൽ പാട്ടത്തുക ഏക്കറിന് 5 രൂപയായിരുന്നത് പുതുക്കിയ കരാറിൽ ഏക്കറിന് 30 രൂപയാക്കി ഉയർത്തി. കൂടാതെ കരാർ തീയതി മുതൽ 30 വർഷം കൂടുമ്പോൾ പാട്ടത്തുക പുതുക്കാമെന്നും പുതിയ കരാർ വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ വൈദ്യുതോൽപാദന ആവശ്യത്തിലേക്കായി കുമളി വില്ലേജിൽ 42.17 ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടത്തിൽ നൽകാൻ പുതിയ കരാർ അനുവദിക്കുന്നു. വൈദ്യുതോൽപാദനത്തിന് 350 ദശലക്ഷം യൂണിറ്റ് വരെ 1 കിലോ വാട്ട് ഇയറിന് 12 രൂപ തോതിൽ തമിഴ്നാട് കേരളത്തിന് നൽകണമെന്ന് കരാറിൽ പറഞ്ഞിരുന്നു. എന്നാൽ വൈദ്യുതിയുടെ അളവ് 350 ദശലക്ഷത്തിൽ കൂടിയാൽ 18 രൂപ വെച്ച് നൽകണം. 8760 യൂണിറ്റ് ആണ് 1 കിലോ വാട്ട് ഇയർ എന്ന് പറയുന്നത്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ 7ാം വകുപ്പ് അനുസരിച്ച് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും റദ്ദായി. അതനുസരിച്ച് 1886 കരാർ അസാധുവായിട്ട് മാറി. അതുകൊണ്ട് തന്നെ 1970 പുതുക്കിയ കരാർ ആണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ പ്രശ്നം. എന്നാൽ തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കേരളത്തിന് ഫീസ് തരണമെന്നും ഡാമിൽ മീൻ പിടിക്കാനുള്ള അവകാശം കേരളത്തിനാണെന്നും കരാറിൽ ഉൾപ്പെടുത്തിയതിലൂടെ അണക്കെട്ടിൽ കേരളത്തിനും അവകാശമുണ്ടെന്ന് സ്ഥാപിക്കാൻ സാധിച്ചു. 1979 ഗുജറാത്തിലെ മോർബിയയിലെ അണക്കെട്ട് തകർന്ന് 15,000 പേര് മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഏറെ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കേരള സർക്കാർ ഉന്നയിച്ചു. തുടർന്ന് അണക്കെട്ടിൽ ചോർച്ച കണ്ടെത്തിയതും ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി. തിരുവനന്തപുരത്തെ ദ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ റിക്ടർ സ്കെയിലിൽ 6 തീവ്രതയുള്ള ഭൂകമ്പത്തെ ചെറുക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഘടനയ്ക്ക് കഴിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് 1979 നവംബർ 25 CWC ചെയർമാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കേരള ജലസേചന വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും തമിഴ്നാട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും കൂട്ടി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. അടിയന്തര നടപടിയായി സ്പിൽവേയിലൂടെ വെള്ളം കടത്തിവിട്ട് ജലനിരപ്പ് നിലനിർത്താൻ തീരുമാനിച്ചു. പിന്നീട് ജലനിരപ്പ് ഘട്ടം ഘട്ടമായി പൂർണ്ണമായ 152 അടിയിലേക്ക് ഉയർത്താമെന്നും സംഘം ശുപാർശ ചെയ്തു. എന്നാൽ വിഷയം ചർച്ചയായതോടെ കേന്ദ്ര ജല കമ്മീഷൻ നേരിട്ട് അണക്കെട്ട് സന്ദർശിച്ച് ജലനിരപ്പ് 152 നിന്ന് 136 താഴ്ത്താനും ബലപ്പെടുത്തൽ ജോലികൾ നടത്താനും നിർദ്ദേശിച്ചു. പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലവും കമ്മീഷൻ കണ്ടെത്തി. ബലപ്പെടുത്തൽ ജോലികൾ നടത്തിയെങ്കിലും തങ്ങൾക്ക് നൽകിയിരുന്ന പാട്ടഭൂമിയുടെ വെളിയിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം എന്ന് മനസ്സിലാക്കിയ തമിഴ്നാട് തന്ത്രപൂർവ്വം പുതിയ ഡാം എന്ന കാര്യം വിസ്മരിച്ചു. പിന്നീട് ജലനിരപ്പ് 136 അടിയിൽ നിന്ന് ഉയർത്തണം എന്ന വാദവുമായി തമിഴ്നാട് വന്നതോടുകൂടി അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും വിവാദങ്ങൾ ഉയർന്നു. 2000 ഏപ്രിൽ 5 തിരുവനന്തപുരത്ത് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചർച്ച നടത്തിയെങ്കിലും അത് അനിശ്ചിതത്വത്തിൽ അവസാനിച്ചു. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം നീളുകയും അത് സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തു. 2006 ജലനിരപ്പ് നിലവിലെ 136 അടിയിൽ നിന്ന് 142 അടിയെ ഉയർത്താൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഉത്തരവിനെതിരെ കേരള സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരികയും അതിനെ എതിർത്ത് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യമുന്നയിക്കുകയും ചെയ്തതോടെ സുരക്ഷാ പ്രശ്നങ്ങളും പുതിയ അണക്കെട്ടിന്റെ ആവശ്യകതയും പരിശോധിക്കാൻ കോടതി ഒരു സമിതിയെ നിയമിച്ചു. കാലവർഷത്തിന് മുമ്പും ശേഷവും അണക്കെട്ട് പരിശോധിക്കുന്നതിനും അണക്കെട്ടിന്റെ സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്നതിനുമായി ഇടയ്ക്കിടയ്ക്ക് സന്ദർശനങ്ങൾ നടത്താൻ കോടതി സമിതിയോട് നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം വഹിക്കാൻ സമിതിക്ക് അധികാരം നൽകുകയും ഇരു സംസ്ഥാനങ്ങൾക്കും അണക്കെട്ടിന് ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. പിന്നീട് 2011 ജൂലൈയിൽ ഇടുക്കി ജില്ലയിൽ തുടർച്ചയായി ഭൂചലനങ്ങളുണ്ടായി. റിക്ടർ സ്കെയിലിൽ ഏകദേശം 3.2 തീവ്രത മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂവെങ്കിലും ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് കാരണമായി. 2014 മെയ് മാസത്തിൽ സുപ്രീം കോടതി കേരള ജലസേചന ജലസംരക്ഷണ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 136 അടിയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനാകില്ലെന്ന കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. തമിഴ്നാടിന് ജലനിരപ്പ് 142 ഉയർത്താമെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥിരം സൂപ്പർവൈസറി കമ്മിറ്റി രൂപീകരിക്കാനും കോടതി വിധിച്ചു. 2014 മുല്ലപ്പെരിയാർ കേസിൽ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ഇരു സംസ്ഥാനങ്ങളുടെയും സമ്മതപ്രകാരം മാത്രമേ എംപവേർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചതുപോലെ മുല്ലപ്പെരിയാറിന് കീഴെ പുതിയ ഡാം നിർമ്മിക്കുകയോ ടണൽ നിർമ്മിക്കുകയോ ചെയ്യാൻ പാടുള്ളൂവെന്ന് നിർദ്ദേശിച്ചു. ഇരു സംസ്ഥാനങ്ങൾക്കും ഒരു തീരുമാനത്തിലെത്താനായാൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും അന്ന് കോടതി പറഞ്ഞു.
2018 കേരളത്തിലെ പ്രളയക്കെടുതിക്ക് ശേഷം അണക്കെട്ടിന്റെ സുരക്ഷ വീണ്ടും ജനശ്രദ്ധയിലേക്ക് ഉയർന്നു. ലോകമെമ്പാടുമുള്ള കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളുടെ ഭീഷണിയെക്കുറിച്ച് 2021 ജനുവരിയിൽ UN പുറത്തുവിട്ട റിപ്പോർട്ടും ഒക്ടോബർ മാസത്തിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും വന്നതോടുകൂടി വീണ്ടും മുല്ലപ്പെരിയാർ ചർച്ചാ വിഷയമായി. ഭൂകമ്പം സജീവമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വലിയ ഘടനാപരമായ പിഴവുകളുണ്ടെന്നും 100 വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ട് തകർന്നാൽ 3.5 ദശലക്ഷം ആളുകൾ അപകടത്തിലാകുമെന്നും UN റിപ്പോർട്ട് ചെയ്തു. മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സുരക്ഷിതത്വം നൽകുന്നതും ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായതുമായ ശാശ്വത പരിഹാരം എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.